Hi dears, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 2-ലെ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ. അതിൽ നമ്മൾ 6th പോയിന്റ് പറഞ്ഞു, അതിൽ 2 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സുകൾ ഏതൊക്കെയായിരുന്നു? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, നെക്സ്റ്റ് ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഹെൽത്ത്. ഈ 2 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി 4th പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. 3rd പോയിന്റ്, ടു ടേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, മുൻകരുതലുകളും പ്രതിരോധ നടപടികളും. It aims to take adequate precaution against contamination and spread of diseases. അതായത് മലിനീകരണത്തിനും രോഗങ്ങൾ പടരുന്നത് തടയുന്നതിനും എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മതിയായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. അത് നമ്മൾ സഹായിക്കുന്നത് ആരാണ്? ഹെൽത്ത് എഡ്യൂക്കേഷനാണ്. So good sanitary arrangements are made. Urinals and toilet are kept clean. Sweeping is done daily and the rooms and the furniture are kept clean and tidy. അതായത് നമ്മൾ സാനിറ്ററി ക്രമീകരണം നമ്മൾ സ്കൂളുകളിൽ ചെയ്യണം. അതുപോലെ തന്നെയാണ് ടോയ്ലറ്റ് നമ്മൾ ദിവസം ക്ലീൻ ചെയ്യണം. ക്ലാസ് റൂംസ് നമ്മൾ ദിവസം അടിച്ചു വാരി തൂത്തുവാരണം. അതുപോലെ നമ്മുടെ ഫർണിച്ചേഴ്സ്, നമ്മൾ സ്കൂളുകളിലുള്ള ഫർണിച്ചേഴ്സിൽ പൊടിപടലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? അതായത് പ്രിക്കോഷണറി ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? രോഗങ്ങൾക്കെതിരെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പോരാടേണ്ടത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. Then 4th point, to take curative measures, രോഗശാന്തി. Remedial action against diseases is also taken. രോഗങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം? പരിഹാര ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. A medical checkups are made, deformities, disabilities and diseases are detected and remedial measures are suggested. അതായത് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം എന്ത് ചെയ്യരുത്? എന്തെങ്കിലും പ്രതിരോധ മാർഗ്ഗങ്ങൾ ചെയ്യാതെ, പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക? ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? അതിന് നമ്മൾ ആക്ഷൻ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പല വൈകല്യങ്ങളിലേക്കും നമ്മൾ എന്ത് ചെയ്യാം? നയിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. Then 5th point, to develop a promote mental and emotional health. Mental and emotional health are also equally necessary in the school health program. നമ്മൾ സ്കൂളുകളിൽ ഹെൽത്ത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ മാനസികവും വൈകാരികവുമായിട്ടുള്ള ഹെൽത്ത് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യാം? കണ്ടക്ട് ചെയ്യാം. While physical health makes a pupils physically fit, mental and emotional health enable him to maintain an even temper and happy disposition. അതായത് മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യം ആ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യും? സന്തോഷവും സമനിലയൊക്കെ നിലനിർത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാപ്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളുകളിൽ നമ്മൾ ഹെൽത്ത് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹെൽത്ത് ഉണ്ടാവുക, എങ്ങനെയാണ് ഹൈജീൻ ഉണ്ടാവുക എന്നതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുക? മെൻ്റൽ ഹെൽത്തിനും ഇമോഷണൽ ഹെൽത്തിനും നമ്മൾ എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുക്കുക. ഓക്കെ. നമ്മൾ ഹെൽത്തിനും ഹൈജീനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവോ അതേപോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്തിനും ഇമോഷണൽ ഹെൽത്തിനും നമ്മൾ എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്കൂളുകളിൽ ഹെൽത്ത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ആഡ് ചെയ്യാം. ഓക്കെ. The last point, to develop a sense of civic responsibility among pupils. വിദ്യാർത്ഥികൾക്കിടയിൽ പൗരത്വപരമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ത് ചെയ്യുക? വളർത്തിയെടുക്കാം. It has become today's necessity to develop sense of civic responsibility in our students. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കേണ്ടത് എന്താണ്? ഇന്നത്തെ ജനറേഷനിൽ വളരെ അനിവാര്യമുള്ള കാര്യമാണ് അല്ലേ. They generally fall in their duty to help their students in particular and other person in general. ഇന്നത്തെ കുട്ടികളിൽ പരസ്പരം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്താണ്? കുറഞ്ഞു വരികയാണ് അല്ലേ. കാരണം അവർക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ അവരെന്ത് ചെയ്യണുള്ളൂ? ഫോക്കസ് ചെയ്യണുള്ളൂ. അതല്ല, പരസ്പരം സഹായിക്കുന്നതിൻ്റെയും അവരെ സ്നേഹിക്കുന്നതിൻ്റെയും ബെനിഫിറ്റ് എന്താണെന്ന് ചെയ്യാം നമുക്ക് ഇതിലൂടെ പറഞ്ഞ് അവരെന്ത് ചെയ്യുക? ഒരു അവയർനെസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. One of the objectives of health education is to cultivate a sense of civic responsibility through health education. അതായത് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ പൗരത്വ ബോധം വളർത്തിയെടുക്കുക എന്നതാണ് എന്ത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ലക്ഷ്യമിടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ 6th പോയിന്റ് ആയിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. 2nd point, to maintain norms of good health. 3rd point, to take precautionary and preventive measures. 4th point, to take curative measures. 5th point, to develop and promote mental and emotional health. The last point, to develop a sense of civic responsibility among pupils. ഓക്കെ. ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.